നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിൽ പൊളിച്ചടുക്കിയ ഗോളും അസിസ്റ്റുമായിട്ട് മിന്നിക്കത്തിയ ജൂഡ് ബെല്ലിംഗാമിനെ ഈ സീസണിൽ കാണുന്നില്ലല്ലോ എന്നുള്ള നിരാശയിലായിരുന്നു സീസണിൻ്റെ തുടക്കത്തിൽ റയൽ മാഡ്രിഡിൻ്റെ ആരാധകരെങ്കിൽ അത് കഴിഞ്ഞു ഒറ്റ സീസൺ വണ്ടറായിരുന്നു എന്ന് പറയാനായിരുന്നു റയലിൻ്റെ എതിരാളികൾക്ക് ഇഷ്ടം. എന്നാൽ ആ ബെല്ലിംഗാം അതിനേക്കാൾ കരുത്തോടെ വീണ്ടും എത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 5 ലാലിഗ ഗെയിമുകളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കുക. ഗോളും അസിസ്റ്റും കണ്ടു, പിന്നെ ഗോള് കണ്ടു, വീണ്ടും ഗോളും അസിസ്റ്റ്, ഗോളും അസിസ്റ്റ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ 5 കളികളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വക 5 ഗോളുകളും 3 അസിസ്റ്റുകളുമാണ് പിറന്നിരിക്കുന്നത്. യെസ്, ബെല്ലിംഗാം പഴയ പോലെ തന്നെ തിരികെ എത്തുന്നു, മിന്നും ഫോമിൽ കളിക്കുന്നു എന്നുള്ളത് റയലിന് വലിയ ആശ്വാസമാണ്. ഇപ്പോൾ ഈ സീസണിൽ ആദ്യത്തെ 12 മത്സരങ്ങളിൽ അദ്ദേഹം കളിച്ചപ്പോൾ നോക്കുക, റയൽ മാഡ്രിഡിനായിട്ട് ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 12 കളികൾ 0 ഗോളുകൾ 3 അസിസ്റ്റുകൾ, 348 മിനിറ്റ്സാണ് പെർ ഗോൾ കോൺട്രിബ്യൂഷൻ അദ്ദേഹം എടുത്തത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹം നിറം മങ്ങി എന്ന തോന്നൽ എല്ലാവർക്കും വന്നിട്ടുണ്ടാകുമെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 6 കളികൾ 5 ഗോളുകളും 3 അസിസ്റ്റുകളും, അതായത് ഗോൾ കോൺട്രിബ്യൂഷൻ്റെ മിനിറ്റ് 56 മിനിറ്റ്സ് പെർ ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. യെസ്, ഗോളും അസിസ്റ്റുമായിട്ട് ബെല്ലിംഗാം മിന്നിക്കത്തുകയാണ്. റയൽ മാഡ്രിഡിന് അത് വലിയൊരു ആശ്വാസമാണ്. പക്ഷേ വിനി കൂടി മടങ്ങിയെത്തുമ്പോൾ, ഇപ്പോൾ റോഡ്രിഗോ പരിക്കില്ല, അദ്ദേഹമൊക്കെ മടങ്ങിയെത്തുമ്പോൾ ഈ കോമ്പിനേഷൻ എങ്ങനെയൊക്കെ കൊണ്ടുപോകും ആഞ്ചലോട്ടി എന്നുള്ളത് കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.